അങ്ങനെ തന്നെ ഇപ്പോൾ ശ്രീ ഡോക്ടർ രാജേഷ് കെന്നോത്ത് അദ്ദേഹം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് കൊച്ചി കുഫോസിലെ തലവനാണ്. ശ്രീ ഡോക്ടർ രാജേഷ്, എങ്ങനെ കാണുന്നു താങ്കൾ ഈ ബജറ്റിനെ? ഇതിനകത്ത് ഈ വിഷൻ സമുദ്ര പോലെയുള്ള കാര്യങ്ങൾ ദീർഘവീക്ഷണ ഉള്ള പദ്ധതികളാണല്ലോ, പക്ഷേ ഇതിലെല്ലാം ഈ സ്വകാര്യ പങ്കാളിത്തത്തെയാണ് ആശ്രയിക്കാൻ പോകുന്നത്. അതേ ഇനി നടക്കുകയുള്ളൂ എന്നുള്ള കാര്യവുമുണ്ട്. അത് UDF സർക്കാർ പൊതുവെ അങ്ങനെ ചെയ്യാറുള്ളതുമാണ്. താങ്കൾ ഇതിനെ എങ്ങനെ കാണുന്നു? ഈ ബജറ്റിനെ എങ്ങനെ കാണുന്നു? ഉടൻ വരുമാനം പ്രതീക്ഷിക്കേണ്ടതില്ല, പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പതുക്കെ കരകയറുവാനുള്ള ഒരു മാനേജ്മെന്റ് വൈദഗ്ധ്യം ഈ ബജറ്റിലുണ്ടോ? ഉണ്ട് എന്ന് തന്നെ പറയണം. ഞാൻ ഈ ബജറ്റിനെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. അപ്പോൾ ഇത് ബജറ്റിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പേ നമ്മൾ ആ ധവളപത്രത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. കാരണം സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ കൂടി ധവളപത്രത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ആ ധവളപത്രത്തിൽ സൂചിപ്പിച്ച അതേ ഇൻറ്റൻഷനിലുള്ള കാര്യങ്ങളൊന്നും ബജറ്റിൽ വന്നിട്ടില്ല. പക്ഷേ ബജറ്റ് സർക്കാരിൻ്റെ ഒരു ദിശാബോധം സൂചിപ്പിക്കുന്നുണ്ട്, അത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത് ഈ മിഷൻ സമുദ്ര തന്നെയാണ്. അപ്പം കേരളത്തിന് ഒരു മറൈൻ പോളിസി രൂപീകരിക്കുമെന്നും പറയുന്നുണ്ട്. ലോകമെമ്പാടും ഇപ്പോൾ ഈ ബ്ലൂ ഇക്കോണമി അല്ലെങ്കിൽ നീല സമ്പദ് വ്യവസ്ഥയുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് ആ സമുദ്രത്തിൻ്റെ സാന്നിധ്യമുള്ളവർക്കാണ് കിട്ടുക. നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് നഷ്ടം വരും. അപ്പോൾ അവിടെ നീല സമ്പദ് വ്യവസ്ഥയുടെ മാക്സിമം ഗുണം കിട്ടാനുള്ള പദ്ധതികൾ സർക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വകാര്യ സംരംഭത്തെപ്പറ്റി പറയുമ്പോഴും നമുക്ക് നമ്മുടെ ഒരു വരുമാന സ്രോതസ്സുകൾ വളരെ കുറവാണ്. അതായത് നമുക്ക് കേന്ദ്രത്തിൻ്റെ പോളിസികൾ ഒരു വശം നിൽക്കുന്നുണ്ട്, നമ്മുടെ നികുതി വരുമാനത്തിൻ്റെ തോത് താരതമ്യേന കുറഞ്ഞു എന്ന് ധവളപത്രത്തിൽ പറയുന്നുണ്ട്. നികുതി ഏതര വരുമാനത്തിൻ്റെയും തോത് കുറവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങൾ മെച്ചപ്പെടുത്തേണ്ടിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട് താങ്കൾ കണ്ടുവല്ലോ. ഇത് എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയും എന്നുള്ള കാര്യമാണ്. ഉടൻ ഈ 5 വർഷത്തെ നയം എന്ന രീതിയിലാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ബജറ്റിൽ ഈ മിഷൻ സമുദ്രയൊക്കെ ഇടം പിടിച്ചിരിക്കുന്നത്. അത് പക്ഷേ ഇപ്പോൾ വിഴിഞ്ഞം എത്രയോ വർഷങ്ങൾ നീണ്ടുപോയി അത് പ്രാവർത്തികമാകുന്നതിന് വേണ്ടി. അതേ രീതിയിൽ ഈ ബ്ലൂ ഇക്കോണമി എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഈ മനസ്സിൽ ഇത് രൂപപ്പെടുത്തുവാനും സ്വപ്നം കാണുവാനും എളുപ്പമാണ്, പക്ഷേ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എത്രമാത്രം പ്രയാസകരമാണ് എന്ന കാര്യം കൂടി ആലോചിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ ഈ അപൂർവ ധാതുക്കൾ ഇടനാഴി എന്നുള്ള റെയറക്സ് ഇടനാഴിയൊക്കെയുണ്ട്, അതിനോടൊക്കെയുള്ള എത്രമാത്രം എതിർപ്പ് കേരളത്തിൽ വരുമെന്ന കാര്യവും ചിന്തിക്കേണ്ടതല്ലേ? അല്ല, നമ്മൾ കേന്ദ്രം ഈ കേരളത്തിൻ്റെ, അതായത് ഈ കോൺഗ്രസിൻ്റെയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെയും സാമ്പത്തിക പോളിസികൾ തമ്മിൽ അല്പം വ്യത്യാസമുണ്ട്. അതായത് ഒരു സ്പീഡ് ഓഫ് റീഫോംസിൽ വ്യത്യാസമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടുപേരും ഒരേ തരത്തിലുള്ള പോളിസികളല്ല തുടർന്നുകൊണ്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും രണ്ടുപേരും ലിബറലൈസേഷനെ സ്വാഗതം ചെയ്യുന്നവരാണ്. ഇവിടെ ഇപ്പോൾ ഈ ധാതു ഇടനാഴിയുടെ കാര്യം പറഞ്ഞു. കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിൽ പരാമർശിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേരളത്തിലെ ധാതു ഇടനാഴി എന്നുള്ളത്. അപ്പോൾ അതിനെ ഞാനും സംശയത്തോടെ നോക്കിക്കണ്ട ഒരാളാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോൾ ഡീറ്റെയിൽഡ് ബജറ്റ് സ്പീച്ചിനകത്ത് എങ്ങനെയായിരിക്കും അത് പൂർണ്ണമായിട്ടും വരുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ഒരു രൂപം കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് പറയാൻ വേണ്ടി കഴിയുള്ളൂ. കാരണം 100% സ്വകാര്യ നിക്ഷേപമാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു PPP മോഡലിലാണോ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടു ഇരിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഞാനിതിനകത്ത് പറയുന്നത്, നമ്മൾ സ്വകാര്യ മേഖലയെ കണ്ണടച്ച് എതിർക്കുന്നത് കൊണ്ട് നമുക്ക് ഇനിയുള്ള കാലത്ത് അത്രയും സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ സ്വകാര്യ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ വരുന്നത്. ഇപ്രാവശ്യത്തെ ബജറ്റിനകത്ത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ വരും എന്ന് പറയുന്നു, വിദേശ യൂണിവേഴ്സിറ്റികൾ വരും എന്ന് പറയുന്നതും ഞാൻ പോസിറ്റീവായിട്ടാണ് നോക്കിക്കാണുന്നത്. കാരണം നമുക്കൊരു കോമ്പറ്റീഷൻ വേണം. നമുക്കിവിടുത്തെ ഒരു പ്രശ്നം, ഇവിടുത്തെ യങ്ങർ ജനറേഷൻ യുവാക്കളെല്ലാവരും പുറത്തേക്ക് പോകുന്നു. അതിൽ പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു വലിയൊരു ജനവിഭാഗമുണ്ട്. കേരളത്തിന് പുറത്തേക്ക് പോകുന്നവരുമുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് മലയാളികൾ തന്നെ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇവരെ നിർത്താൻ വേണ്ടിയിട്ടും ഇത്തരം സംരംഭങ്ങൾ നമ്മൾ തുടങ്ങേണ്ടി വരും. അപ്പോൾ നമുക്ക് കണ്ണടച്ചുള്ള ഒരു എതിർപ്പ് നടക്കില്ല. അത് സ്വാഭാവികമായിട്ടും അതിനകത്ത് കൺസെൻസസ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഏത് രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് എളുപ്പമല്ല അത്തരം ഒരു സ്വകാര്യ നിക്ഷേപത്തെ അല്ലെങ്കിൽ പൂർണ്ണമായും എതിർത്തുകൊണ്ടുള്ള ഒരു സമീപനം ഇനിയുള്ള കാലത്ത് പ്രാവർത്തികമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതേസമയം സ്വാഭാവികമായിട്ടും നമുക്ക് അതിനകത്ത് നമ്മുടേതായ നിയന്ത്രണങ്ങളും വരുത്താൻ സാധിക്കണം. ശരിയാണ്. എന്തായാലും കഴിഞ്ഞ LDF സർക്കാർ ഈ സ്വകാര്യ മേഖലയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരായിരുന്നില്ല. ശ്രീ ശാർഗധരൻ, കഴിഞ്ഞ LDF സർക്കാരിൻ്റെയും നയം നോക്കുകയാണെങ്കിൽ സ്വകാര്യ മേഖലയെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള വികസനമായിരുന്നില്ല കഴിഞ്ഞ LDF സർക്കാരും നടത്തിയത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷത്ത് ആയപ്പോൾ പൂർണ്ണമായിട്ടും ഈ ബജറ്റിനെ തള്ളിക്കളയാൻ ഉള്ള കാര്യമായിട്ട് ആദ്യം പറയുന്നത് ഈ സ്വകാര്യവൽക്കരണമാണ്. അതെ, ഇപ്പോഴത്തെ പാനലിസ്റ്റ് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ധാതു ഖനനത്തിൻ്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പൂർണ്ണമായും സ്വകാര്യ മേഖലയിലേക്ക് വിട്ടുകൊടുക്കുന്നത് വലിയ അപകടകരമായൊരു കാര്യമാണ്. അതും തന്നെയാണെന്ന് തോന്നുന്നു പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പക്ഷേ നമുക്കത് PPP മോഡലിൽ ആക്കി മാറ്റുന്നതിന് വേണ്ടി പറ്റും. അത് പ്രൈവറ്റ് പബ്ലിക് പാർട്ടിസിപ്പേഷൻ എന്നുള്ള നിലയിൽ ഗവൺമെൻറ്റിൻ്റെയും ഒരു ജോയിൻറ്റ് സെക്ടറിലായിരിക്കും, ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത മേഖലയിൽ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തത്തോടെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ ധാതുമണൽ ഖനനത്തിലൊക്കെ വൻ അപകടങ്ങൾ നമുക്ക് വരും. അത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളതുമാണ്. LDF സർക്കാരിൻ്റെ സമയത്തും ആ കാര്യത്തിൽ ആക്ഷേപം ഉയർന്നിട്ടുള്ളത് കരിമണൽ വിഷയം അതെ ഉയർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളത് വളരെ പക്ഷേ ആ പറയുന്ന സ്ഥാപനത്തിലും ഗവൺമെൻറ്റിന് പങ്കാളിത്തമുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഷെയറുണ്ട്. എന്നിട്ട് നമ്മൾ ഓർക്കേണ്ടത് അങ്ങനെ തരത്തിൽ വരുമ്പം വളരെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ നമ്മളിങ്ങനെ ഒരു കൂട്ടിയിണക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത് നമുക്ക് മറ്റ് മാർഗങ്ങളില്ല. അപ്പം ഇവിടെ തന്നെ ഇപ്പം സൂചിപ്പിച്ച തരത്തിൽ ധവളപത്രം നോക്കിയിരുന്നാൽ നമുക്ക് കാണാം നമ്മുടെ സമയത്തുള്ള റവന്യൂ വരുമാനത്തിന് ഏതാണ്ട് ഇനി നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ നമ്മൾ പൊതുകടം എടുക്കുന്നിടത്തും നമുക്ക് പറ്റില്ല. എങ്ങനെ പിന്നെ വികസന പ്രവർത്തനങ്ങളിലേക്ക് പോകും, പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും? എന്തായാലും 21ാം നൂറ്റാണ്ട് ഈ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയുടെ കാലഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മാറ്റങ്ങൾക്ക് വിധേയമാകാതെ പുതിയ തലമുറയെ നമുക്ക് ഇവിടെ നിലനിർത്താനാവില്ല. ഈ പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ ധനമന്ത്രി തന്നെ പ്രയോഗിച്ച ഒരു വാക്കുണ്ട്, നമുക്കുള്ള ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ യുവതലമുറയുണ്ട്. ആ യുവതലമുറയിൽ നമ്മൾ മനസ്സിലാക്കാൻ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത വളരെ കൂടുതൽ ആളുകൾ 60 വയസ്സിന് മേലുള്ളവർ മാറിയിരിക്കുകയാണ്. എന്നിട്ട് പ്രവർത്തനശേഷിയുള്ള യുവജനങ്ങളെയും അതുപോലെ മധ്യനിരയിലുള്ളവരെയും നമ്മുടെ നാട്ടിൽ നിർത്തി നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി അവരുടെ സേവനം ഉപയോഗപ്പെടുത്തണം. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി വരുമ്പോഴത്തേക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും അന്വേഷിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളത് ഞാൻ തന്നെ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടുന്ന ഒന്നാണ് 10,000 MSMEകൾ വരുന്നത്. അത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇതുപോലെ തന്നെ നമുക്ക് ഈ വളരെ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വളരെ കൂടുതൽ ഓർഗനൈസ്ഡ് എഫർട്ടിൽ നടത്താൻ കഴിയാത്ത ഒന്നാണ് ടൂറിസം ഇൻഡസ്ട്രി. അവിടെയും സഹകരണ മേഖലയുടെയും അതുപോലെ തന്നെ പൊതുമേഖലയുടെയും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുടെയും കൂടെ സംയുക്തമായ പ്രവർത്തനങ്ങളിലൂടെ നിരവധി കാര്യങ്ങൾ ഉൾപ്പെട്ട ടൂറിസം ഇൻഡസ്ട്രിയെ നമുക്ക് വികസിപ്പിച്ചെടുക്കാനാവും. എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ തനതായ ഉൽപ്പന്നങ്ങൾക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, തനതായ ഉൽപ്പന്നങ്ങൾക്ക് ഒരു കേരള ബ്രാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമുക്കൊരു ബ്രാൻഡിങ് ഉണ്ടാക്കി, ഇൻ്റർനാഷണൽ ബ്രാൻഡിങ് ഉണ്ടാക്കി ഈ ആഗോള തലത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധ നമുക്ക് പിടിച്ചു നിൽക്കാനാകണം. എന്തായാലും ഒരു കാര്യമുണ്ട്, നമുക്ക് ഇനിയും പഴയ സമീപനമായിട്ട് കൈകെട്ടി കൊണ്ടിരിക്കാനൊക്കത്തില്ല. നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ സമീപനങ്ങൾ വരണം, പുതിയ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നമ്മുടെ ഉണ്ടായേ പറ്റുള്ളൂ. ആ അർത്ഥത്തിലാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഈ ബഡ്ജറ്റിനെ നമ്മൾ ആ രീതിയിൽ വളരെ സ്വാഗതാർഹമായി വളരെ പോസിറ്റീവായി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം പലതരത്തിലും ഈ സാമ്പത്തിക മേഖലയിലെ പ്രവർത്തനങ്ങൾ, കർമ്മ മണ്ഡലങ്ങൾ കൂടുതൽ വികസിപ്പിക്കുന്നതിനും കൂടുതൽ പരിപുഷ്ടിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ പുഷ്ടിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശ്രമിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും സ്വകാര്യ മേഖലയ്ക്കുള്ള പങ്കാളിത്തം, സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം, ഇതിനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കാവുന്നതാണ്. പല മേഖലയിൽ നമുക്ക് സഹകരണ മേഖലയും എങ്ങനെ നമുക്ക് കൂടുതൽ പുഷ്ടിപ്പെടുത്തിക്കൊണ്ടുവരാം. കാരണം നമുക്ക് കേരള ബാങ്ക് എന്നൊരു ബാങ്കുണ്ട്, അവിടെയൊക്കെയുള്ള പണം ഇപ്പം നമുക്ക് പൈപ്പായിട്ടെടുത്തും മറ്റ് ക്യാപിറ്റലായിട്ട് മൂലധനമായിട്ട് ഉപയോഗിച്ചൊക്കെ നമുക്ക് പുതിയ പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിന് പറ്റണം. അന്നേരം സഹകരണ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ സ്വകാര്യ മേഖലയെ പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്യാതെ കൊണ്ടുപോകുന്നതിന് നമുക്ക് ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ടു പോവുകയാണെങ്കിൽ ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും നമുക്ക് വിശദാംശങ്ങൾ മനസ്സിലായിട്ടില്ല. ഇപ്പോൾ ധാതു ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെയുള്ള സംശയങ്ങൾ വെച്ചാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ബ്ലൂ എക്കണോമിയെ പറ്റി പറയുമ്പോഴും ഒരു കാര്യം വ്യക്തമാണ്, 600-ലേറെ കിലോമീറ്റർ ദൂരം തീരദേശമുള്ളൊരു
സംസ്ഥാനത്തിന് ഇതൊരു വലിയ സമ്പത്താണ്. അതിനെ പ്രയോജനപ്പെടുത്താനായാൽ അതൊരു വലിയ മാറ്റമായിരിക്കും നമ്മുടെ അതായത് കടൽ വഴി കരകയറുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഇപ്പോൾ ഈ ബജറ്റിൽ ഉള്ളത്. ഇപ്പോൾ അതേ വാക്കുകൾ തന്നെ. നടൻ ശ്രീ മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൽ അദ്ദേഹം ഈ സിനിമാ മേഖലയ്ക്ക് ബജറ്റിൽ പരിഗണന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.